ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. വരിഞ്ഞുമുറുക്കിയ കേന്ദ്ര ഏജൻസികളിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ വിജയം അനിവാര്യമാണ് ആം ആദ്മി പാർട്ടിക്ക്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം നേടിയ മുഖ്യമന്ത്രി ഇന്ന് തിഹാർ ജയിലിലേക്ക് മടങ്ങും. ഇന്ത്യ സഖ്യത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ജീവൻ മരണ പോരാട്ടമായി കാണുന്ന പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ഡൽഹി മദ്യനയ അഴിമതി കേസ്, ജൽ ബോർഡ് അഴിമതി, അനധികൃത സ്വത്ത് സമ്പാദനം, പണം തട്ടൽ എന്നിങ്ങനെ 10ഓളം ആം ആദ്മി പാർട്ടി നേതാക്കളാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുന്നത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ചരിത്രത്തിലാദ്യമായി ഒരു പാർട്ടി തന്നെ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, സത്യേന്ദ്ര ജെയിൻ, സഞ്ജയ് സിംഗ് തുടങ്ങി പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ ഇതിനകം അറസ്റ്റ് ചെയ്യപ്പെട്ടു. കേന്ദ്രത്തിൽ BJP അധികാര തുടർച്ച നേടിയാൽ അത് ആം ആദ്മി പാർട്ടിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായേക്കും. ജയിലിൽ കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നതടക്കം ഭീഷണിയുയരും. 2014-ലും 2019-ലും കാണാത്ത ഗൗരവത്തോടെയാണ് ആം ആദ്മി പാർട്ടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. മുൻപ് അഴിമതി ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾക്കൊപ്പം ആം ആദ്മി കൈകോർക്കുന്നത് കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗമെന്ന വിഷയം മുൻനിർത്തിയാണ്. പഞ്ചാബിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന 13 സീറ്റുകളിലടക്കം 22 സീറ്റുകളിൽ മാത്രം മത്സരിക്കുമ്പോഴും അരവിന്ദ് കെജ്രിവാൾ മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും ഝാർഖണ്ഡും അടക്കമുള്ള ഇടങ്ങളിൽ പ്രചാരണത്തിനിറങ്ങിയത് BJPയുടെ പരാജയം ഉറപ്പാക്കാനാണ്. ഈയൊരു ലക്ഷ്യം മാത്രം മുൻനിർത്തിയാണ് ഇടക്കാല ജാമ്യത്തിൽ കെജ്രിവാൾ പുറത്തിറങ്ങിയതും. ഇന്ന് മുഖ്യമന്ത്രി കെജ്രിവാൾ തിഹാർ ജയിലിലേക്ക് മടങ്ങാനിരിക്കെ പുറത്തുവന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് ആം ആദ്മി നേതൃത്വം. 24 ഡൽഹി.